വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നത്. ഈ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരു കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടക്ക് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പടച്ചോൻ ഖുർആനിൽ പറഞ്ഞ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നു ഉണ്ടോ? ഇല്ല, എനിക്കുണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനൊരാളെ അങ്ങനെ കണ്ടിട്ടില്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എങ്ങനെ ഇപ്പൊ പടച്ചോ നമുക്കിപ്പോ ഇവിടെ ഒരു സമീപ ഭാവിയിൽ ഒരു 10 കൊല്ലത്തിനടക്കുന്ന അങ്ങനെ ഒരു പട്ടിണിയൊന്നും വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനെ ഞാൻ ആ ആയത്തോതി ഇങ്ങനെ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കട്ടോ. അപ്പൊ ഞാൻ ICU കയറിയപ്പോ ഒരാളിങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ നോക്കുന്ന രോഗി അതിന്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ആളെന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചെന്നു അയാളടുത്ത്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു. അപ്പൊ അയാളിങ്ങനെ കിടക്കയാളെ ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ള വിണ്ട് കീറി, ഇങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ വെള്ളമായിട്ട് വിണ്ട് കീറി. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ? ഒരു വെള്ളം എന്റെ തൊള്ളിക്കൊന്ന് ഉറ്റിച്ചേരും. അപ്പൊ എന്താ പ്രശ്നം? നമുക്ക് അങ്ങനെ ഉറ്റിക്കാൻ പറ്റില്ല, ICU കിടക്കണ ആളല്ലേ, എന്തിനാ അയാളെ കിടക്കണ, എന്താ അസുഖം ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അയാളെ കേസ് ഷീറ്റ് എടുത്ത് നോക്കിയപ്പം അയാളെ കൊടല് പൊട്ടിക്കാണ്ട് ഒരു കഷ്ണം എടുത്ത് തുന്നിച്ചേർത്തേക്കാണ്, കൊടല് തുന്നിച്ചേർത്തേക്കാണ്. അപ്പൊ ആ തുന്നിയത് ഉണങ്ങി കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 4 ദിവസമായിട്ട് അയാൾക്ക് ഭക്ഷണമല്ല, വെള്ളമല്ല. അപ്പൊ 4 ദിവസം തൊള്ളി കൂടെ വെള്ളവും ഭക്ഷണമൊന്നും പോകാത്തോണ്ട് മൂപ്പർക്ക് ഭയങ്കര വിശപ്പാ. ഗ്ലൂക്കോസ് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് തൊള്ള ഇങ്ങനെ വരണ്ട് നിൽക്കണം. അപ്പൊ അതിക്ക് എന്തെങ്കിലും അത്രയും പ്രയാസമുണ്ട്, വിശപ്പുണ്ട്. അപ്പൊ അന്നാണ് ആയത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചിട്ട് പട്ടിണി വന്നിട്ടൊന്നല്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോൻ അറിയും. അതിന് പട്ടിണി വരണമെന്നില്ല. നിങ്ങൾക്ക് നാളെ കുടലിനൊരു സർജറി ചെയ്താൽ മതി. ഒരു 5 ദിവസം ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്ലൂക്കോസും കയറ്റി കിടക്കുമ്പോ മനസ്സിലാകും വായിലൂടെ തിന്നണീന്റെ വില എത്രയെന്ന്, വിശപ്പിന്റെ വില, ദാഹത്തിന്റെ വില അന്ന് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പടച്ചോന് കഴിയും. വലനബുലുവന്നക്കും. അപ്പൊ അതാണ് ഈ ജീവിതങ്ങൾ മനസ്സിലാക്കുക.